ഇനി വരുന്ന ഒരു 5 months ശരിക്കും ഒരു നീറ്റ് ആസ്പിരന്റ് ക്രൂഷ്യൽ ടൈമാണ്. ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സുകൾ, കോൺസെപ്റ്റ് ഇതൊക്കെ ഒന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരിക, ഒന്ന് റിഫ്രഷ് ചെയ്യുക അല്ലേ. ഇങ്ങനെ ഇവൻ MBBS എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര വലിയ കാര്യമൊന്നുമല്ല. മീൻസ് ആ ഒരു ഷോർട്ട് നോട്ട് വായിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ മൊത്തം മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഹലോ ഹായ് നീറ്റ് ആസ്പിരൻസ്, ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ടു DNA ലേണിംഗ്. ഇനി 5 മാസമാണ് നീറ്റ് 2025 ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ ഈ ഉള്ള 5 മാസം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോടാ? ബാക്ക്ലോഗ്സ് ഒക്കെ തീർക്കാൻ തുടങ്ങിയോ? റിവിഷൻ ചെയ്യാൻ തുടങ്ങിയോ? ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങിയോ? മോക്ക് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയോ? ടൈം മാനേജ് ചെയ്യാൻ തുടങ്ങിയോ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ഇനിയുള്ള 5 മാസത്തേക്ക്? അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു നീറ്റ് ആസ്പിരന്റ് ഇനി വരാൻ പോകുന്ന 5 മാസത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ്. സോ ഹാപ്പി വാച്ചിങ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 5 മാസത്തേക്ക് 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇനി വരാൻ പോകുന്ന 5 മാസങ്ങളിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫസ്റ്റ് തിങ് എന്താണെന്ന് നോക്കാം. ഷോർട്ട് നോട്ട് ആൻഡ് ഇക്വേഷൻ ബുക്ക്. ഷോർട്ട് നോട്ട്സും ഇക്വേഷൻ ബുക്കും എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? ഷോർട്ട് നോട്ട് എന്താണ്, ഇക്വേഷൻ ബുക്ക് എന്താണ്? നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ ഫാക്കൽറ്റീസ്, നിങ്ങളുടെ മെൻറ്റേഴ്സ് എല്ലാവരും നിങ്ങളോട് പറയുന്നുണ്ടാവും ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം, ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കണം എന്നൊക്കെ. ഷോർട്ട് നോട്ടിൻ്റെ ഇക്വേഷൻ ബുക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഷോർട്ട് നോട്ട്സിൽ നമ്മൾ ഡെഫിനേഷൻസിന് മീനിങ് ആണ് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അതായിരിക്കും നമ്മൾ എഴുതി വെക്കുക. മീൻസ് ആ ഒരു ഷോർട്ട് നോട്ട് വായിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ മൊത്തം മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇക്വേഷൻ ബുക്ക് അങ്ങനെയല്ല. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ ഇക്വേഷൻസ് ആണ് നമുക്ക് വേണ്ടത് ഡിറൈവ് ചെയ്തെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ മാറ്റി എഴുതിയെടുക്കുന്നതാണ് ഇക്വേഷൻ ബുക്ക്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണം. ഷോർട്ട് നോട്ട്സ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സ് സൈഡിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ച് നോക്കാൻ മതി. പക്ഷേ ഇക്വേഷൻ ബുക്ക് വെരി ഇമ്പോർട്ടൻറ്റ്. ഇക്വേഷൻ ബുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫിസിക്സ് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂമറിക്കൽസ് ഒക്കെ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പം ഇതിൽ ഏത് ഇക്വേഷൻ ആണെന്നുള്ളത് തപ്പിപ്പിടിച്ച് വീണ്ടും ആ ചാപ്റ്ററിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവരുത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, എപ്പോഴും ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കി വെക്കണം. ഫിസിക്സിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന ഇക്വേഷൻസ് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം അതിൽ ഏതൊക്കെ ഇക്വേഷൻസാണ് യൂസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത് അതും എഴുതി വെക്കണം കേട്ടോ. കെമിസ്ട്രി ആണെങ്കിലും ന്യൂമറിക്കൽസ് വരുന്ന ചാപ്റ്റേഴ്സിൽ ഇക്വേഷൻസ് നിങ്ങൾ മാറ്റി എഴുതിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അപ്പോൾ തന്നെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഫസ്റ്റ് കാര്യം എന്താണ്? ഇക്വേഷൻ ബുക്കും ഷോർട്ട് നോട്ടും. ഇത് രണ്ടും നിങ്ങളുടെ ഒരു നീറ്റ് ആസ്പിരൻ്റ് എന്ന നിലയ്ക്ക് നീറ്റിന് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ വേണ്ടി ഈ സാധനങ്ങളാണ് ഇക്വേഷൻ ബുക്കും ഷോർട്ട് നോട്ടും. ഒരു മെഡിക്കോ മെഞ്ചർ എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ബാക്ക്ലോഗ്സ് എന്താ ചെയ്യാന്ന്. ടീച്ചർ അല്ലെങ്കിൽ കുറേ ബാക്ക്ലോഗ്സ് ഉണ്ട്, ഇതൊക്കെ എന്താ ചെയ്യുക? മീൻസ് ഞാൻ എപ്പോഴാണ് ഇതൊക്കെ പഠിച്ച് തീർക്കുക എന്നുള്ളത്. ഈ 5 മാസത്തിനുള്ളിൽ റിവിഷൻ്റെ മുന്നേ നിങ്ങളുടെ ബാക്ക്ലോഗ്സ് തീർക്കണം. ബാക്ക്ലോഗ്സ് തീർത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് എഫക്റ്റീവായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു, നിങ്ങളുടെ വീക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഷെഡ്യൂൾ യുവർ ബാക്ക്ലോഗ്സ്. ബാക്ക്ലോഗ്സ് ഷെഡ്യൂൾ ചെയ്യേണ്ടത് എങ്ങനെയാണോ? നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന ഒരു റുട്ടീൻ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വീക്കായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ മീൻസ് ഏതൊക്കെയാണ് വീക്ക് ചാപ്റ്റേഴ്സ്, സ്ട്രോങ് ചാപ്റ്റേഴ്സ് എന്നൊക്കെ നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ മീൻസ് ഞാനിപ്പോൾ ഒരു ഫിസിക്സ് ചാപ്റ്റർ പഠിക്കാൻ പോവാണ്, ഒരു കെമിസ്ട്രി ചാപ്റ്റർ പഠിക്കാൻ പോവാണ്, കൂടെ 2 ബയോളജി ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു, ഒരു ഹാഫ് എങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ബാക്ക്ലോഗ് വന്ന ചാപ്റ്ററും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം, എന്നാലേ നിങ്ങളുടെ സിലബസ് തീരുള്ളൂ. ഇപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ 96 ചാപ്റ്റേഴ്സ്, ഓൾമോസ്റ്റ് 97 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് നീറ്റിന് ശരിക്കും ഉള്ളത്. പക്ഷേ നീറ്റ് 2024 നീറ്റ് 2025 ആയ ടൈമിൽ 79 ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. മീൻസ് നീറ്റിൻ്റെ സിലബസ് റെഡ്യൂസ് ചെയ്ത സമയത്ത് 79 ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 79 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് വന്ന ചാപ്റ്റേഴ്സ് ബാക്കി നിങ്ങൾ ചെയ്യുന്ന റുട്ടീൻ്റെ കൂടെ അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സാണ് പഠിക്കുന്നത് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ബാക്ക്ലോഗ് വന്ന ചാപ്റ്ററും കൂടെ കൂട്ടിച്ചേർക്കാൻ നോക്കുക. അതിന് ഈ ലാസ്റ്റിലേക്ക് തീർക്കാൻ വേണ്ടി വെച്ചിട്ട് കാര്യമില്ല. ആ സമയത്ത് നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടി വരും, മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ബാക്ക്ലോഗ് വരുന്ന ചാപ്റ്റർ ഇതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. സോ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ബാക്ക്ലോഗ്സ് നിങ്ങൾ എന്തായാലും ഷെഡ്യൂൾ ചെയ്യണം. അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ തീർത്ത് പോകണം, എന്നാലേ നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. മോക്ക് ടെസ്റ്റ് ചെയ്തുമ്പോൾ നല്ല സ്കോറും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു നീറ്റ് ആസ്പിരന്റ് ചെയ്യേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ് റിവിഷൻ. റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സിനെ ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സുകൾ, കോൺസെപ്റ്റ് ഇതൊക്കെ ഒന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരിക, ഒന്ന് റിഫ്രഷ് ചെയ്യുക അല്ലേ. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നിങ്ങൾ ഏത് ചാപ്റ്ററാണോ പഠിച്ചത് അത് ഈ വീക്ക് ആകുമ്പം അറ്റ്ലീസ്റ്റ് നിങ്ങളെടുത്ത് നോക്കെങ്കിലും വേണം. നോക്കുക മീൻസ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് നോക്കുക, അതിന് സൈഡിൽ എഴുതി വെച്ച പോയിന്റ്സ് നിങ്ങളെടുത്ത് വായിച്ച് നോക്കുക. ഇക്വേഷൻ ബുക്കിൽ എഴുതി ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക, ഷോർട്ട് നോട്ട്സ് എടുത്ത് വായിക്കുക. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്താണോ പഠിച്ചത് അത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിവിഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഇടുന്നത്.
പോകുന്നത്. റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് നീറ്റ് എക്സാമിൻ്റെ സമയത്ത് ആ 79 ചാപ്റ്റേഴ്സ് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേറൊരു ചാപ്റ്ററിൽ നിന്നാണ് വരാൻ പോകുന്നത്, സെയിം ചാപ്റ്റേഴ്സ് അല്ലല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ മറ്റേ ചാപ്റ്ററിലേക്ക് നമ്മുടെ ബ്രെയിൻ എത്തണം. അപ്പോൾ ആ ഒരു സ്പീഡ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിവിഷൻ പറയുന്നത്. ആ ക്വസ്റ്റ്യൻസിന് എങ്ങനെയൊക്കെ ടാക്കിൾ ചെയ്യണം, അല്ല ക്വസ്റ്റ്യൻസിൽ ഏത് കോൺസെപ്റ്റ് യൂസ് ചെയ്യണമെന്ന് ഓർമ്മ വരുന്നെങ്കിൽ നമ്മൾ എന്തായാലും ആ ചാപ്റ്റർ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു ബന്ധം പോകാണ്ടിരിക്കാൻ വേണ്ടി, ആ റിലേഷൻ പോകാതിരിക്കാൻ വേണ്ടിയാണ് റിവിഷൻ ചെയ്യേണ്ടത്. റിവിഷൻ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് രാവിലത്തെ സമയം നിങ്ങൾ ഈ റിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു എണീറ്റിട്ട് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ള മൂഡിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ യോഗ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ യോഗ ചെയ്യാം. ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ എഴുതി വെച്ച ഇക്വേഷൻ ബുക്ക് എടുത്ത് നോക്കുക, ഷോർട്ട് നോട്ട്സ് എടുത്ത് നോക്കുക, ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നല്ല റിലാക്സിങ് ആയിട്ടുള്ള മൂഡിൽ അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഇത് ഫീഡ് ആവും. ഇത് ഡെയിലി ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ 2 ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഒരു 1 വീക്ക് കഴിഞ്ഞ് 2 വീക്കൊക്കെ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ട്രാക്കിൽ കയറാൻ പറ്റും. ഈ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5-6-7 ചാപ്റ്ററൊക്കെ പെർ ഡേ എന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂറിനോട് നിങ്ങൾക്ക് 5-6 ചാപ്റ്റേഴ്സ് ഫീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും. ഒക്കെ നമ്മുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതല്ലേ. അപ്പം ഇങ്ങനെ ഒരു 1 വീക്ക് കഴിഞ്ഞ് 2 വീക്ക് കഴിഞ്ഞ് 3 വീക്സ് ഒക്കെ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് റിവിഷൻ ഭയങ്കര സിമ്പിളാവും. നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും, മറിക്കാൻ തുടങ്ങും പേജസ്. പിന്നെ നിങ്ങൾ ഓൾറെഡി റിവൈസ് ചെയ്ത ചാപ്റ്റേഴ്സ് തന്നെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എനിക്ക് അറിയാം എന്നുള്ളൊരു സംഭവം നിങ്ങളുടെ ഉള്ളിൽ വരും. നിങ്ങളുടെ കോൺഫിഡൻസിന് അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഈ 5 മാസത്തിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം റിവിഷൻ തന്നെയാണ്. റിവിഷൻ ചെയ്യാത്തൊരു കുട്ടിക്ക് നീറ്റ് കിട്ടാൻ അല്ലെങ്കിൽ നീറ്റിന് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലടാ. എൻ്റെ കോളേജിൽ പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. മീൻസ് അവർ അവരുടെ പറ്റാവുന്ന രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് കോളേജിൽ അഡ്മിഷൻ എടുത്തത്. അത്രയും കാലം പഠിച്ചിട്ടുണ്ട് അവരെല്ലാവരും പറയുന്നൊരു കാര്യം തന്നെയാണ് ഈ റിവിഷൻ എന്നുള്ള സംഭവം. എല്ലാം റിവൈസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ MBBS പഠിക്കുന്ന സമയത്ത് നമുക്ക് റിവൈസ് ചെയ്യാതെ അല്ലെങ്കിൽ റിവിഷൻ നടത്താതെ നമുക്ക് ഒരിക്കലും എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഒരു എക്സാം എന്ന നിലയ്ക്ക്, ഒരു എക്സാം എഴുതാൻ പോകുന്നൊരു സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നീറ്റ് എക്സാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഈ ഒരു എക്സാം പെൻ പേപ്പർ മോഡിലാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. OMR ഷീറ്റാണ് നിങ്ങൾക്ക് ബബിൾ ചെയ്യാൻ തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ OMR ഷീറ്റിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണ്ടേ. നിങ്ങൾക്ക് തിയറി ഒക്കെ അറിയാം, കോൺസെപ്റ്റ് ഒക്കെ അറിയാം, ബേസിക്സ് ഒക്കെ അറിയാം. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന സ്റ്റുഡൻസിന് ഓൾറെഡി തിയറി ഒക്കെ ഓക്കെ ആയിരിക്കും. നിങ്ങൾക്കൊരു 450-500 റേഞ്ചിൽ മാർക്ക് വരുന്നുണ്ടാവും. പക്ഷേ ആ ഒരു 550 മുകളിൽ അല്ലെങ്കിൽ 600 മുകളിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. OMR ഷീറ്റിൽ തന്നെ ബബിൾ ചെയ്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ടൈം വെച്ച് തന്നെ ചെയ്യണം. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എടുക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല OMR ഷീറ്റിൽ തന്നെ ബബിൾ ചെയ്തിട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ശരിക്കും നീറ്റിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് ആലോചിക്കുക. നമ്മുടെ ചുറ്റും സ്ട്രെസ് ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഇൻവിജിലേറ്റർ പേപ്പർ തന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റും കുറേ കുട്ടികൾ. എല്ലാവരും നമ്മളെപ്പോലെ പ്രിപ്പയർ ചെയ്ത് വന്ന ആൾക്കാരല്ലേ. എല്ലാവരും ഒരു വർഷം പഠിച്ചു വന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെല്ലാവരും ചുറ്റും ഇരിക്കുന്നുണ്ട്. നമ്മൾ 3 മണിക്കൂർ 20 മിനിറ്റ് ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു തംപ്രിൻ്റ് എടുക്കാൻ വരുന്നത്, അപ്പുറത്ത് സൈൻ ഇടാൻ വരുന്നത്, ഫോട്ടോ ഒട്ടിക്കണം, പിന്നെ ഹോൾ ടിക്കറ്റ് നോക്കണം. ഫുൾ ചടപടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രഷറിലോ ആ ഒരു സ്ട്രെസ്സിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ OMR ഷീറ്റ് ബബിൾ ചെയ്ത് തെറ്റിക്കാതെ നോക്കണം. അപ്പോൾ അത് നമുക്ക് മുന്നേ പ്രാക്ടീസ് ചെയ്യണ്ടേ. പിന്നെ ഇനി വരുന്നൊരു 5 മന്ത്സിൽ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻസും ചെയ്യുന്നതാവട്ടെ OMR ഷീറ്റ്സിൽ ബബിൾ ചെയ്ത് പഠിക്കുക. ഈ OMR ഷീറ്റ്സ് നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതൊന്ന് ജസ്റ്റ് PDF ഒക്കെ പ്രിൻറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് കിട്ടും, പുറത്ത് വാങ്ങിക്കാൻ കിട്ടും. OMR ഷീറ്റ്സിന് ഓൺലൈനൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ വാങ്ങി വെക്കുക. എന്നിട്ട് അതിൽ തന്നെ ബബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യട്ടെ. ഈ ഓൺലൈൻ പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും ഈ പ്രാക്ടീസിന് കുറവുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും OMR ഷീറ്റിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ടൈമിങ് ഇമ്പ്രൂവ് ചെയ്യണം. ഒബ്വിയസ്ലി ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് നിങ്ങൾ തെറ്റിക്കാതെ നോക്കും. ഇപ്പം ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ബബിൾ ചെയ്തു, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ബബിൾ ചെയ്തത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ തന്നെയാണല്ലേ എന്നുള്ളൊരു ഒരു സംഭവം, ഒരു കോൺസെൻട്രേഷനിലെ ഫോക്കസ് നമ്മൾ കൂട്ടും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. തിയറി മതി പഠിച്ചത്, കുറേ തിയറി പഠിച്ചിട്ടൊന്നൊരു കാര്യമില്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസിന് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള സ്കിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, OMR ഷീറ്റിൽ ബബിൾ ചെയ്തിട്ട് പഠിക്കുക. പൊതുവെ എല്ലാ സ്റ്റുഡൻസിനും വരുന്നൊരു പ്രശ്നമാണ് ഈ നെഗറ്റീവ്സ് അല്ലേ. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കമ്പാരിറ്റീവ്ലി ഈസി സബ്ജക്റ്റാണ് എല്ലാവർക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്ന സബ്ജക്റ്റും ബയോളജി തന്നെയായിരിക്കും. എനിക്കും പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബയോളജി ഞാൻ വേഗം പോയിട്ട് കറക്റ്റ് മീൻസ് ആൻസേഴ്സൊക്കെ എഴുതും. പക്ഷേ കറക്റ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുക ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നത് ബയോളജിയിലായിരിക്കും. എൻ്റെ അവസാനത്തെ നീറ്റിലും എനിക്കത് തന്നെ സംഭവിച്ചത്. അപ്പോൾ നിങ്ങളൊരു ആൻസർ ബബിൾ ചെയ്യാൻ പോകുന്ന ടൈമിൽ 4 ഓപ്ഷൻസ് കണ്ടാൽ ഇതിൽ 2 ഉറപ്പല്ല, മീൻസ് അല്ല നമുക്ക് ഉറപ്പായിരിക്കും. ബാക്കി 2 നമുക്ക് ഡൗട്ട് ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് പോയി വായിക്കാതെ കുത്തരുത്.
മീൻസ് അത് നിങ്ങൾ നെഗറ്റീവ് കൂട്ടാൻ വേണ്ടി നോക്കുക. മീൻസ് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, കെൻ നോട്ട് അല്ലെങ്കിൽ നോട്ട്, എക്സെപ്റ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിക്ക് നോക്കിയിട്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ടൈം കൊടുക്കുക, എന്നിട്ട് ബബിൾ ചെയ്യാൻ വേണ്ടി പോകട്ടോ. നെഗറ്റീവ്സ് കുറച്ചാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ 700 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നിങ്ങളുടെ സ്കോർ വരുമ്പോൾ 550 ആ ഒരു റേഞ്ചിലാണ് വരുന്നത് വെച്ചാൽ അത്രയും നിങ്ങൾ നെഗറ്റീവ് കൂട്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായത് ഫുൾ എല്ലാ ക്വസ്റ്റ്യൻസ് പോയി കുത്തണം എന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ കറക്കി കുത്തുന്ന സമയത്ത് ഒരു 50% ആൻസേഴ്സ് നിങ്ങൾക്ക് അല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കറക്കി കുത്തിയാൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് കുറച്ച് കുറയ്ക്കാനുള്ളതുണ്ടാവും. പിന്നെ ഈ നെഗറ്റീവ്സ് കുറച്ചാൽ മാത്രമേ നിങ്ങളുടെ മാർക്ക് കൂടുള്ളൂ. നിങ്ങളൊരു പക്ഷേ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് നല്ല സ്കോർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ സ്കോർ വരുന്ന സമയത്ത് ഭയങ്കര കുറവായിരിക്കും. അത് നെഗറ്റീവ്സിനോട് മാത്രമായിരിക്കും. അപ്പോൾ നെഗറ്റീവ്സ് ഈ ഒരു 5 മന്ത്സിൽ നിങ്ങൾക്ക് നെഗറ്റീവ്സ് കുറയ്ക്കാനുള്ള സമയമാണ്. ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് ഏത് കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് തെറ്റിയത്, അല്ലെങ്കിൽ സംശയം നിങ്ങൾക്ക് ഏത് കോൺസെപ്റ്റാണത്, ആ കോൺസെപ്റ്റ് മാത്രം എടുത്ത് വായിച്ചാൽ മതി. വീണ്ടും ആ ചാപ്റ്റർ ഫുള്ള് വായിക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ നെഗറ്റീവ് വന്നത് ആ ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ എടുത്ത് വായിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ടൈമും കുറച്ച് ലാഭമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏതാണോ നെഗറ്റീവ് വന്നത് ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആക്കാനും പറ്റും. ഇനി വരുന്ന ഒരു 5 മന്ത്സ് ശരിക്കും ഒരു നീറ്റ് ആസ്പിരൻ്റ് ക്രൂഷ്യൽ ടൈമാണ്. നിങ്ങളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ കയ്യിലാണ് ശരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഉള്ളത്. ഒരുപക്ഷെ MBBS കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ എന്തോ ഫെയിലിയറാണ്, ലൈഫിൽ ഭയങ്കര ഫെയിലിയറാണ്, അല്ലെങ്കിൽ സക്സസ് ആയില്ല എന്നുള്ള സംഭവം ഒന്നല്ല. പക്ഷേ നിങ്ങളുടെ മടി കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാരണമാണ് ഈ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നതെന്ന് വെച്ചാൽ അത് വലിയൊരു റിഗ്രറ്റ് ആയിരിക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങളത് ആലോചിച്ച് റിഗ്രറ്റ് അടിക്കും. അന്ന് ഞാൻ ഒരു വർഷമല്ല, ഒരു 5 മാസം ഇനി ബാക്കിയില്ല, ആ 5 മാസം ഞാനൊന്നൊരു എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ലൈഫേ ചേഞ്ച് ആയിരുന്നേ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരും. അതുകൊണ്ടില്ലേ ഈ 5 മാസം നിങ്ങളുടെ ഡ്രീം എന്താ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഡ്രീം എന്താണ് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനു വേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്ത്, ഒരു വലിയ ഗോൾ എന്നായിരിക്കോട്ടെ, ഇപ്പോൾ എയിംസിൽ പഠിക്കണം, അല്ലെങ്കിൽ ജിപ്മറിൽ പഠിക്കണം എന്നുള്ളൊരു ഗോൾ സെറ്റ് ചെയ്ത് അതിൻ്റെ താഴത്ത് കിട്ടിയാൽ പോലും നമുക്ക് അത്ര വിഷമം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു ഗോൾ ഏറ്റവും അടിയിലാണ്, അപ്പോൾ നിങ്ങൾ പക്ഷേ നീറ്റ് കിട്ടാനേ ചാൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുക. നിങ്ങൾ അതിന് വേണ്ടി എഫേർട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക. കുറേ മോട്ടിവേഷനും കുറേ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടി നോക്കുക. നിങ്ങൾ എന്നാണോ സെൽഫ് മോട്ടിവേറ്റഡ് ആവണം, നിങ്ങളെ സ്വന്തം സ്ട്രെസ് നിങ്ങൾക്ക് എന്താണോ താങ്ങാൻ പറ്റുന്നത്, അന്ന് നിങ്ങൾ ജയിക്കും. നമ്മളെല്ലാവരും അങ്ങനെ സ്വന്തം നിങ്ങൾക്ക് കുറേ മോട്ടിവേഷൻ തന്നാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ദിവസം മാക്സിമം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ സ്വന്തം സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി, ഓക്കെ ഞാൻ എൻ്റെ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ സ്വന്തത്തിന് വേണ്ടി വർക്ക് ചെയ്യണം, ഞാൻ സ്വന്തമായിട്ട് നേടി എന്തെങ്കിലും എനിക്ക് വേണം എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ലേ. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ആയിരിക്കും. ഇത് ഞാൻ നേടിയെടുത്തത്, അല്ലെങ്കിൽ ഇത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമായിരുന്നു, ഞാൻ സ്വന്തം പഠിച്ച് നേടിയെടുത്തു എന്നുള്ളത്. അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഇങ്ങനെ MBBS എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര വലിയ കാര്യമൊന്നുമല്ല. എല്ലാവർക്കും നീറ്റ് എഴുതി കിട്ടുന്ന എനിക്ക് കിട്ടി, എൻ്റെ ചുറ്റുമുള്ള കുറേ പേർക്ക് കിട്ടി, ഇനി നിങ്ങൾക്കും കിട്ടാൻ പോവാണ്. പക്ഷെ നമ്മുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു വില ഉണ്ടാവുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ 5 മാസം നിങ്ങൾ അടിപൊളിയാക്കുമെന്ന് വിചാരിക്കുന്നു. യു ഗെറ്റ് വാട്ട് യു വർക്ക് ഫോർ, നോട്ട് വാട്ട് യു വിഷ് ഫോർ. നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷെ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നുള്ളൂ. അത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കിട്ടിയാൽ നിങ്ങൾക്കൊരു സാക്രിഫൈസ് ഉണ്ടാവുള്ളൂ, നിങ്ങൾക്കത് വേർത്തായിട്ട് തോന്നുള്ളൂ. നിങ്ങൾ സ്വന്തം പണിയെടുത്ത് അത്രയും പണിയെടുത്ത് കിട്ടിയൊരു സംഭവമാണ് നിങ്ങൾക്ക് അത്ര വേർത്തായിട്ട് തോന്നും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കൂടുതൽ വീഡിയോസായിട്ട് DNA ലേണിംഗിൽ വരുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് യുവർ വീക്ക് സബ്ജക്ട്സ് ആൻഡ് സ്ട്രോങ് സബ്ജക്ട്സ് ഇൻ ദ കമൻറ്റ്സ്. താങ്ക് യു സോ മച്ച്.